കൗശലക്കാരനായ കുറുക്കനും ശക്തനായ കടുവയും. അതിമനോഹരമായ ഇടതൂർന്ന മരങ്ങളുള്ള ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിലെ സകല ജീവജാലങ്ങൾക്കും പേടിയായിരുന്നു ശക്തനും ഗാംഭീര്യമുള്ളവനുമായ ഒരു കടുവയെ. കടുവയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ആ കാട്ടിൽ തന്നെയുണ്ടായിരുന്നു ഒരു കൗശലക്കാരനായ കുറുക്കൻ. പേര് പപ്പൻ. പപ്പന് കടുവയുടെ ഗർവിനെയും അധികാരപ്രയോഗത്തെയും ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കടുവയെ ഒന്നു പറ്റിക്കണമെന്നും അവന്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്നും പപ്പൻ മനസ്സിലുറപ്പിച്ചു. ഒരു ദിവസം കടുവ കാട്ടിലൂടെ ഗമയോടെ നടന്നുവരുമ്പോൾ പപ്പൻ അവന്റെ മുന്നിൽ ചെന്നു നിന്നു. മഹാരാജാവേ, കുറുക്കൻ വിനയത്തോടെ പറഞ്ഞു, താങ്കളാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം. താങ്കളുടെ ശക്തിയെ ആർക്കാണ് ചോദ്യം ചെയ്യാനാകുക? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും താങ്കളെപ്പോലെ പേടിയുള്ള ഒരാളുണ്ട്. കടുവ അഹങ്കാരത്തോടെ ചിരിച്ചു. എന്നേക്കാൾ ശക്തനോ? അങ്ങനെയൊരാൾ ഈ കാട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാരാണ്? കുറുക്ക. അത് ഞാൻ തന്നെയാണ്, കുറുക്കൻ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു. വഴിയെ പോകുന്ന മൃഗങ്ങളെ പേടിപ്പിക്കാനും വേട്ടയാടാനുമുള്ള അധികാരം വനദേവത എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്റെ അതിർത്തിയിൽ നിന്നും വേഗം പുറത്തുപോകണം. കടുവയ്ക്ക് ദേഷ്യം വന്നു. നീ, ഈ ചെറിയ കുറുക്കനോ? എന്നേക്കാൾ അധികാരം നിനക്കോ? എങ്കിൽ വാ, നമുക്കൊന്നു നടക്കാം. ആരാണ് കൂടുതൽ ശക്തിമാനെന്ന് നമുക്ക് കാട്ടിലെ മൃഗങ്ങൾ തീരുമാനിക്കട്ടെ. പപ്പൻ അത് സമ്മതിച്ചു. കടുവയുടെ അടുത്ത് ചേർന്ന് നടക്കുമ്പോൾ പപ്പൻ അവന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ എല്ലാ മൃഗങ്ങളും എന്നെ പേടിച്ചോടും. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാകും എന്റെ ശക്തി എത്രത്തോളമാണെന്ന്. അവർ കാടിന്റെ ഉൾഭാഗത്തേക്ക് ഒരുമിച്ച് നടന്നു. അവരുടെ നടത്തം കണ്ടിട്ട് പപ്പൻ പറയുന്നത് സത്യമാണെന്ന് കടുവയും ധരിച്ചു. അവരെ കണ്ട മാത്രയിൽ പേടിച്ചരണ്ട കാട്ടുമൃഗങ്ങൾ, മാൻ, മുയൽ, കാട്ടുപോത്ത്, മറ്റ് ചെറുജീവികൾ ജീവനും കൊണ്ട് നാലുപാടും ചിതറിയോടി. സാധാരണ കടുവയെ കണ്ടാൽ മാത്രം ഓടാറുള്ള മൃഗങ്ങൾ ഇത്തവണ കുറുക്കന്റെ സാന്നിധ്യം കൊണ്ടും പേടിച്ചോടുന്നതായി കടുവയ്ക്ക് തോന്നി. ഇത് കണ്ടപ്പോൾ കടുവ അത്ഭുതപ്പെട്ടു. ഈ കുറുക്കൻ പറഞ്ഞത് ശരിയാണല്ലോ. ഇവൻ വലിയൊരു ശക്തിയായിരിക്കണം. അതുകൊണ്ടായിരിക്കാം എല്ലാവരും എന്നെപ്പോലെ തന്നെ ഇവനെയും ഭയപ്പെടുന്നത്. താൻ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗമാണെന്ന കടുവയുടെ അഹങ്കാരം ഇതോടെ ഇല്ലാതായി. കുറുക്കൻ ശരിക്കും ഒരു കൗശലക്കാരനാണെന്ന് കടുവയ്ക്ക് മനസ്സിലായി. എന്നാൽ പുറത്താരോടും ഇത് പറയാതെ അവൻ മിണ്ടാതിരുന്നു. തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആ കൗശലക്കാരനായ കുറുക്കൻ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗത്തെ കബളിപ്പിച്ച് സ്വന്തം സ്ഥാനമുയർത്തി. ഗുണപാഠം: ബുദ്ധിശക്തിയേക്കാൾ വലുതാണ്.